റഹ്മാനിർ റഹീം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്നത് സഹോദരി വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുമ്പോഴല്ല. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നത് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അണിയുമ്പോഴല്ല. നമ്മൾ ഓരോരുത്തർക്കും സമാധാനം ഉണ്ടാകുന്നത് കയ്യിൽ കാശുകൾ വന്നു ചേരുമ്പോഴല്ല. പിന്നെയോ അലാ, അത് പലർക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയണം, വിശ്വാസികൾക്ക് അറിയണം. അലാ, അറിയണം. അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം ഉണ്ടാകുന്നത്, മനസ്സ് ശാന്തമാകുന്നത്, പ്രഷറും ഷുഗറും ഒക്കെ നോർമലാകും. അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നമ്മൾ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ മനസ്സമാധാനമുണ്ട്, ടെൻഷൻ ഇല്ലല്ലോ. അലാ ബിദിക്രില്ലാ, പ്രായമായ രണ്ട് കൺപോളകളും കണ്ണുകളിലേക്ക് ചാന്നിറങ്ങിയ പ്രായമായ 90 കഴിഞ്ഞൊരു മനുഷ്യനാണ് ഹബീബിനോട് വന്ന് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരുപാട് പ്രായമായ മനുഷ്യനാണ് ഞാൻ നബിയേ, ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല നബിയേ, ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല. എനിക്ക് പശ്ചാത്താപമുണ്ടോ? എന്നെ അല്ലാഹു സ്വീകരിക്കുമോ? ഹബീബായ നബി തങ്ങളോട് സമാധാനം വാങ്ങിക്കാൻ വന്ന പ്രായമായ ഈ മനുഷ്യൻ നബി തങ്ങളോടൊരു കാര്യം പറഞ്ഞു, നബിയേ, ഇസ്ലാമിലെ നിയമങ്ങൾ ഒരുപാടുണ്ട് നബിയേ, എനിക്ക് എല്ലാം കൊണ്ടു നടക്കാൻ കഴിയില്ല. ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരേക്കും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരേക്കും കൊണ്ടു നടക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരൂ നബിയെ. ഒന്ന്, എന്നെ കൊണ്ട് ഒരുപാട് പറഞ്ഞു തരരുത്. ഒരുപാട് സുന്നത്ത് നോമ്പും സുന്നത്ത് നിസ്കാരവും തഹജ്ജുദൊന്നും എന്നെ കൊണ്ട് ഇനി കഴിയില്ല. പ്രായമായി നബിയെ, പ്രായമായി, ഒരു കാര്യം പറഞ്ഞു തരൂ. ഒന്ന്, ഞാനത് കൊണ്ടു നടക്കാം. ആ മനുഷ്യനോടാണ് ഹബീബ നബി പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. പ്രായമായില്ലേ, ഇനി അനാവശ്യ ചർച്ചകളൊക്കെ മാറ്റിവെക്കണം, അനാവശ്യ വർത്തമാനങ്ങൾ ഒഴിവാക്കണം. രക്ഷിതാവായ റബ്ബിനെ കാണാൻ നേരമായി, ശരീരത്തിൽ നരബാധിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകാനായി എന്ന, മരണം വരുന്നുണ്ട് എന്ന താക്കീതുകാരനാണ് നര എന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ആ നദീറിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പിന്നെ ഒരുങ്ങേണ്ട സമയം അതിനു മുമ്പേ ഒരുങ്ങണം. പ്രായമായി കഴിഞ്ഞാൽ എന്തായാലും ഒരുങ്ങണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്നത്, കിടക്കുന്ന രോഗിക്ക് പോലും ചെയ്യാൻ കഴിയുന്നത്, നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കണം. നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അലി ഇബ്നുൽ മഅ്മൂനിന്റെ ജീവിതത്തിൽ ദിക്ർ എന്താണെന്ന് അലി ഇബ്നുൽ മഅ്മൂനിന് അറിയില്ല. അലി ഇബ്നുൽ മഅ്മൂൻ സുഖാസ്വാദനങ്ങളല്ലാതെ, ആസ്വാദനവും കറക്കവുമല്ലാതെ മറ്റൊന്നും അലി ഇബ്നുൽ മഅ്മൂനിന് അറിയില്ല ജീവിതത്തിൽ. ഖുർആൻ അത്തരക്കാരെ കുറിച്ചാ പറഞ്ഞത്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. എന്നെ ഓർക്കാതെ നടക്കുന്നവരെ, അവര് ലോകം മുഴുവൻ കറങ്ങിയവരായിരിക്കും. സ്റ്റേറ്റ്സിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവര്, പോയി കഴിഞ്ഞവര്, കാനഡയും ബ്രസീലും സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും കണ്ടു. പിന്നെ ലോകത്തിന് എന്താ ബാക്കിയുള്ളത്? കറങ്ങേണ്ടതെല്ലാം കറങ്ങി. ലഭ്യമായ കള്ളുകളും വ്യത്യസ്തമായ മദ്യങ്ങളും രുചിച്ചു. വ്യത്യസ്ത നാട്ടുകാരായ അഭിസാരികകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. സമാധാനം കിട്ടുമോ അവർക്ക്? എവിടെ നിന്ന് കിട്ടാനാണ്? ശരീരം പിന്നെയും ദാഹിക്കുകയാണ്. ഒരിക്കലും ദാഹം ശമിപ്പിക്കാൻ കഴിയില്ല. അത് തിന്മയുടെ ഒരു പ്രത്യേകതയാണ്. തിന്മ ചെയ്യുന്ന ഒരാളുടെ ശരീരം ഒരിക്കലും ദാഹം തീരുന്നില്ല, അത് വീണ്ടും ദാഹിക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പ് തിന്നുന്നവനെ പോലെ. ഒരു വ്യഭിചാരം കഴിഞ്ഞാൽ അടുത്തത് വേണം, അവള് മാറി വേറൊരാള് വേണം, അവള് കഴിഞ്ഞാൽ വേറൊരുത്തി വേണം. ഇങ്ങനെ നിരന്തരമായ ആർത്തിയ ജീവിതമാണ് അവർക്കുള്ളത്. അവർ കൊട്ടാരം പണിതിരിക്കാം, അവർക്ക് വീടിന്റെ മുമ്പിൽ വാഹനങ്ങൾ നിരനിരയായി നിൽക്കുന്നുണ്ടാകാം, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ദിക്റില്ല ആ വീട്ടിൽ.
യാസീൻ ഓതപ്പെടാറില്ല. മഗ്രിബ് കഴിഞ്ഞാൽ അവിടെ ഖിറാഅത്തുൽ ഖുർആൻ നടക്കുന്നില്ല, അവിടെ അല്ലാഹുവിന്റെ സ്മരണ നടക്കുന്നില്ല, മക്കൾക്ക് ദീൻ പഠനം സാധ്യമാകുന്നില്ല. ഭൗതികമായ എല്ലാം അവിടെയുണ്ട്. ഇത്തരം ആളുകൾക്ക് എത്രയായിരം സ്ക്വയർ ഫീറ്റുകൾ വിശാലതയുണ്ടെങ്കിലും അവരുടെ മനസ്സ് ഇഞ്ചുകളോളം ചുരുങ്ങിയതാണ്. മനസ്സ് ഇടുങ്ങിപ്പോകുമെന്ന് ഖുർആൻ. അല്ലാഹുവിനെ ഓർക്കാത്തവരുടെ മനസ്സ് ഇടുങ്ങിയിരിക്കാൻ. അവർ ചിരിക്കുന്നുണ്ട്, പക്ഷേ സന്തുഷ്ടരല്ല. അവര് ലോകം മുഴുവൻ കറങ്ങുന്നുണ്ട്, പക്ഷേ ആശ്വാസം ലഭിക്കുന്നില്ല. അതിവിടെയാണ് കിട്ടുന്നത്. നീ അന്വേഷിക്കുന്ന സമാധാനം നിന്റെ രണ്ട് ചുണ്ടുകളിൽ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനോടുള്ള സ്വലാത്ത്, അല്ലാഹുവിന്റെ ദിക്ർ, ആ നാവിൻ തുമ്പത്ത് കിട്ടുന്ന സാധനം അന്വേഷിച്ചുകൊണ്ടാണ് മധ്യശാഖുകളിൽ കയറിയിറങ്ങുന്നത്. അതിന്റെ പിന്നാലെ ഓടുമ്പോഴാണ് വ്യഭിചാരങ്ങൾ ചെന്നുപെടുന്നത്. അതന്വേഷിച്ച് ഓടുമ്പോഴാണ് റോക്ക് മ്യൂസിക്കുകൾക്ക് അടിമകളായി മാറുന്നത്. ആ സമാധാനം അന്വേഷിക്കുമ്പോഴാണ് മനുഷ്യന്റെ കൈകളിൽ ഗാഡ്ജറ്റുകളുടെ സ്ക്രീനുകളിൽ ആഭാസം കാണുന്ന അഡിക്ഷൻ മനുഷ്യന് വന്നു പോകുന്നത്. പക്ഷെ അതിന്റെ ഒക്കെ പകരം അലാ ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുമ്പോൾ സമാധാനം അല്ലാഹു നൽകുന്നുണ്ട്. ഇത് അനുഭവിച്ചറിയേണ്ട വിഷയമല്ലയോ? അലി ഇബ്നുൽ മഅ്മൂൻ കൊട്ടാരത്തിന്റെ വരാന്തയിൽ നിന്ന് ടൈഗ്രീസിലേക്ക് നോക്കുകയാണ്. ഒരുപാട് ആളുകൾ തോണി കടന്ന് സൂക്കിലേക്ക് നടന്നു വരുന്നുണ്ട്. കൂട്ടത്തിൽ ഒരാളെ ശ്രദ്ധിച്ചു. ആ മനുഷ്യനെ നാളുകളായി അലി ഇബ്നുൽ മഅ്മൂൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതോ ആളുകളുടെ ഭാരം ചുമന്ന് നടക്കുന്ന ഒരു ഹമ്മാലായ ഒരു മനുഷ്യൻ, ജനങ്ങളുടെ ചുമട് ചുമക്കുന്ന ഒരാൾ. ടൈഗ്രീസ് നദിയിൽ തോണിയിൽ വരുന്ന ചാക്കുകൾ തോളിലെടുത്ത് അദ്ദേഹം സൂക്കിലേക്ക് നടന്നു വരുന്നു. ആ സാധാരണക്കാരന്റെ മുഖത്തൊരു വെളിച്ചം കണ്ടു, നല്ലൊരു പ്രകാശം, എന്തെന്നില്ലാത്തൊരു പ്രഭ. ആ മനുഷ്യനെ ശരിക്കും മഹാനായ അലി ഇബ്നുൽ മഅ്മൂൻ, ഇനി അദ്ദേഹം ജീവിതം മാറാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അയാളെ മഹാൻ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിതം ഇനി മാറാൻ പോകുന്നു. ടൈഗ്രീസിന്റെ നദീതീരത്ത് നിന്ന് ചുമട് പിടിച്ച് ചുമടെടുത്ത് പ്രസന്നനായ മുഖവുമായി വരുന്ന ഒരു മധ്യവയസ്കനായ മനുഷ്യന്റെ മുഖത്തെ പ്രഭ കണ്ടപ്പോൾ അലി ഇബ്നുൽ മഅ്മൂൻ ചിന്തിച്ചു, എനിക്ക് ഈ സുഖലോലുപതയിൽ ലഭ്യമാവാത്തത് എന്തോ ഒരു നിധി ഈ മനുഷ്യന് ലഭിച്ചിട്ടുണ്ടല്ലോ. ദുഹാ നിസ്കാരത്തിന്റെ നേരമാകുമ്പോൾ അദ്ദേഹം ചാക്കുകൾ താഴെ വെച്ച് അദ്ദേഹം ദിജ്ലായിലേക്ക് ടൈഗ്രീസിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് ഉദു എടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം മുസല്ല വിരിച്ച് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബുൽ അർളി വസ്സമാവാത്, ആകാശലോകങ്ങളുടെ രക്ഷിതാവിനോട് എന്തൊക്കെയോ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു ഖുബ്സ് എടുത്ത് ഒരു ഖുബ്സ് വാങ്ങിക്കാനുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഉച്ചനേരം വരെ അദ്ദേഹം ആളുകളുടെ ചുമടുകൾ ചുമന്നു കൊണ്ടുപോകും. അങ്ങാടിയിൽ വരും, ദിജ്ലയിലേക്ക് ചെല്ലും, തിരിച്ചു വരും, തിരിച്ചു പോകും. ഉച്ചനേരം ശ്രദ്ധിച്ചു അലി ഇബ്നുൽ മഅ്മൂൻ. തിരക്കുകൾക്കിടയിൽ നടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് ഒരു മനുഷ്യനാണ് അലി ഇബ്നുൽ മഅ്മൂനിന്റെ ഹിദായത്തിന് കാരണമാകുന്നത്. ഒരു ദിർഹത്തിന് അദ്ദേഹം ഒരു റൊട്ടി വാങ്ങിക്കുന്നു. ആ റൊട്ടിയും കൊണ്ട് അദ്ദേഹം ദിജ്ലയിലേക്ക് നടന്നു പോകുന്നത് കാണുന്നു. ദിജ്ലായുടെ ടൈഗ്രീസിന്റെ കരയിൽ നിന്ന് ആ വെള്ളത്തിൽ റൊട്ടി മുക്കിയതിനെ മയപ്പെടുത്തി ദിജ്ലയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുകയും ഈ നനഞ്ഞ റൊട്ടി കടിച്ചു തിന്നുകയും ചെയ്ത് ഉച്ചഭക്ഷണം കഴിഞ്ഞ് അദ്ദേഹം ഒരൽപ്പം ഉറങ്ങുന്നു. നല്ല ഒരു ഉറക്കം. 1 മണിക്കൂർ നേരത്തെ ഉറക്കം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ജോലിക്ക് പോകുന്നു. ജോലി ചുമട് പിടിക്കലാണ്, ആളുകളുടെ ഭാരം ചുമക്കലാണ്. അധ്വാനമാണ്, അധ്വാനമാണ്, നോക്കുകൂലിയല്ല, പണിയെടുക്കാൻ. തോളിൽ ചാക്ക് വെച്ച് കെട്ടിയിട്ട് നടന്ന് അധ്വാനിക്കുകയാണ്. ആ അധ്വാനം കഴിഞ്ഞ് മഗ്രിബാകുമ്പോൾ ഒരു റൊട്ടിയും വാങ്ങിച്ചിട്ട് അദ്ദേഹം ദിജ്ലയും കടന്ന് അക്കരെ കടന്നു പോകുന്ന കാഴ്ച കണ്ടു അലി ഇബ്നുൽ മഅ്മൂൻ. നാളുകളായി ഇത് കാണാൻ തുടങ്ങിയിട്ട് ആ മനുഷ്യന്റെ ദിനചര്യ ഒരേപോലെ. അലി ഇബ്നുൽ മഅ്മൂന് കൗതുകമായി, ആ മനുഷ്യനെ ഒന്ന് കാണണം, ഒന്ന് പരിചയപ്പെടണം. അലി ഇബ്നുൽ മഅ്മൂൻ കൊട്ടാരത്തിലെ തന്റെ സൈന്യത്തിലെ ഒരുപാട് ആളുകളെ പറഞ്ഞയച്ചു. കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. ആ വരാന്തയിൽ നിന്ന് പിറ്റേന്ന് വന്ന ആ മനുഷ്യൻ ദിവസങ്ങളായി അയാൾ ഇദ്ദേഹത്തെ വാച്ച് ചെയ്യുകയാണ്. കാണിച്ചു കൊടുത്തു, കണ്ടോ അയാൾ, ആ മനുഷ്യരെ നിങ്ങൾ എന്റെ കൊട്ടാരത്തിലേക്കൊന്ന് കൊണ്ടുവരണം. അലി ഇബ്നുൽ മഅ്മൂനിന്റെ ഉത്തരവ് നടക്കുന്നു. ആളുകൾ ആ പാവപ്പെട്ട മനുഷ്യനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്,
ചെറുപ്പക്കാരൻ അറിയില്ല, ആ മധ്യവയസ്കനായ സാധാരണക്കാരൻ അറിയില്ല. അലി ഇബ്നുൽ മഅ്മൂനിനെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. മഅ്മൂനിന് ഒരു മകനുണ്ട്, ആ മകനാണ് ഇനി അധികാരം ഏറ്റെടുക്കാൻ പോകുന്നത്. ആ മകനെ കണ്ടിട്ടില്ല ഒരു സാധാരണക്കാരൻ. കൊട്ടാരത്തിലേക്ക് എങ്ങനെ വരാനാണ്? ആ മനുഷ്യനെ ചെന്ന് വിളിച്ചു, അദ്ദേഹത്തോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട്, നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അബ്ബാസികളായ ഭരണാധികാരികൾക്കും എനിക്കും എന്ത് വേണം? ഞാനൊരു കൂലിപ്പണിക്കാരനായ സാധാരണക്കാരനല്ലേ? ഈ കൊട്ടാരത്തിലുള്ള ആളുകൾ എന്നെന്തിന് വിളിക്കണം? ഞാൻ എന്തിന് പോകണം? എന്നെ എന്തിന് വിളിക്കണം? അവര് പറഞ്ഞു, രാജാവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. കാരണം അന്ന് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഭരണാധികാരികളുണ്ട്. പടച്ചവനെ, എന്നെ ദ്രോഹിക്കാനാകുമോ ഇയാൾ കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരന്റെയും മുഅ്മിനായ ഏതൊരാളിന്റെയും ഏറ്റവും വലിയ ആയുധം ഈ ദിക്റാണ്. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. നമ്മളോട് അന്യായം ചെയ്യുന്ന, ദുൽമ ചെയ്യുന്ന ഏതൊരാൾക്കെതിരെയും ഹസ്ബുനല്ലാഹു അലൈഹി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ കുതന്ത്രങ്ങൾ തകർന്നടിയാൻ ഈ ദിക്റിന് സാധിക്കും. അത് അല്ലാഹുവിന്റെ വലിയൊരു ഫദ്ലാണ്. ഇത് സത്യവിശ്വാസികളുടെ ആയുധമാണ് ഈ ദിക്ർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നമ്മൾക്കെതിരെ ആരെല്ലാം എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞാലും, ആരെല്ലാം എന്തെല്ലാം ഏതെല്ലാം കുതന്ത്രങ്ങൾ നമുക്കെതിരെ പ്രയോഗിച്ചാലും ഹസ്ബുനല്ലാഹു കൊണ്ട് തടുക്കാൻ കഴിയും. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ചൊല്ലിയത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ ഈ ഉമ്മത്തിലെ സ്വഹാബികളുടെ കാലശേഷം താബിഈങ്ങളിൽ ഇബ്രാഹിം നബിയെ തീയിലെറിഞ്ഞ പോലെ തീയിലേക്ക് എറിയപ്പെട്ട് എന്നാൽ ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി അല്ലാഹു കൂനി യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് ഇബ്രാഹിം നബിക്ക് വേണ്ടി തീയിനോട് തണുപ്പായി മാറാൻ പറഞ്ഞ പോലെ ഈ ഉമ്മത്തിൽപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് താബിഈയായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ആ മഹാനുഭാവനെ യമനിൽ നിന്ന് സനആയിൽ വെച്ച് അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ തീയിലേക്ക് എറിഞ്ഞപ്പോഴും മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഒരു രോമത്തിന് പോറലേൽക്കാതെ, ഒന്നുമേൽക്കാതെ അസ്വദുൽ അനസിയുടെ തീയിൽ നിന്ന് രക്ഷപ്പെട്ട താബിഈയായ പണ്ഡിതനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാനുഭാവൻ മദീനത്തെ പള്ളിയിൽ വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം من فعل به ما فعل بإبراهيم عليه السلام. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിൽ സംഭവിക്കുകയും തീയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത അല്ലാഹുവിന്റെ അത്ഭുതം കാണാൻ ഈ ഉമ്മത്തിന് ഭാഗ്യം തന്ന അബൂ മുസ്ലിമുൽ ഖൗലാനിയെ നമുക്ക് തന്ന അല്ലാഹുവേ നിനക്ക് നന്ദി എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരും ചൊല്ലിയത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആരാരുമില്ലാതെ മരുഭൂമിയിൽ ബനിൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ അസ്സിദ്ദീഖ ബിൻതുസ് സിദ്ദീഖ് ആയിഷത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ, ആയിഷ റളിയല്ലാഹു തആല അൻഹയെ മഹദിയായവർ ഒറ്റക്ക് മരുഭൂമിയിൽ അകപ്പെട്ടു പോയപ്പോ മാല തെരഞ്ഞു നോക്കുന്ന നേരം കൊണ്ട് യാത്രാ സംഘം യാത്രയായപ്പോ ആ ഒറ്റക്ക് മരുഭൂമിയിൽ ഒറ്റക്കൊരു പാറക്കല്ലിലിരിക്കുമ്പോ മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു തആല അൻഹു സൈന്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് പെറുക്കിയെടുക്കാൻ നിബിധങ്ങൾ നിയമിച്ച സ്വഹാബി സൈന്യത്തിന്റെ പിന്നാലെ വരുമ്പോ നേരം വെളുക്കാൻ നേരമാകുമ്പോ സുബ്ഹി വാങ്കിന്റെ നേരമാകുന്നതിന് മുമ്പ് ആയിഷ